എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാൻ പാലക്കാട്ട് നിന്ന് വരുന്നു. ഞാൻ താമസിക്കുന്നത് മൂവാറ്റുപുഴ. ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് രോഗസൗഖ്യത്തിനെ പറ്റിയിട്ടാണ്. എനിക്ക് 2024 ഏപ്രിൽ 13 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് 14 വർഷമായിട്ട് മലത്തിൽ കൂടെ രക്തം പോകുമായിരുന്നു. ഞാൻ കാരണം അതുകൊണ്ടല്ല, ഉടമ്പടി എടുക്കാനുള്ള കാരണം എനിക്ക് കൈ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയേ പൊക്കാൻ പറ്റുള്ളൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൊങ്ങില്ലായിരുന്നു. അപ്പോൾ ഞാൻ മേസ്തിരി പണിക്കാരനാണ്, താമസിക്കുന്നത് മൂവാറ്റുപുഴയിലാണ്. അപ്പോൾ പണിയാണെങ്കിൽ ഈ കൈ ഇങ്ങനെ ആയിക്കൊണ്ട് എനിക്ക് പണിയാൻ പറ്റാത്ത തരമായി. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഇവിടെ കൃപാസന തൈലം എനിക്ക് തേച്ച് തരുകയും എന്നിട്ട് അത് പ്രാർത്ഥിച്ച് തേച്ച് തന്നു. എനിക്കൊരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും തന്നെ എനിക്ക് ഇതുകൊണ്ട് മാറി. എനിക്ക് സാധാരണ പണ്ടത്തെ മാതിരിയായി, നടക്കാൻ പറ്റില്ല, പണിയാൻ പറ്റില്ല. ഇത്ര പൊക്കത്തിൽ കയറി നിന്ന് കഴിഞ്ഞാൽ തന്നെ കൈയും കാലൊക്കെ ഭയങ്കര പറയും, അങ്ങനെയൊക്കെ ആയിരുന്നു. അതെല്ലാം എനിക്ക് ശരിയായി തേച്ച് തന്നപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ചേച്ചി ഇത് എവിടെയാണ്? അപ്പോൾ എനിക്ക് ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഈ കൃപാസനം എന്താ, അതുമാതിരി ഈ പത്രം എനിക്ക് കിട്ടിയിട്ടില്ല, ഒന്നും അറിയില്ല, എവിടെയാണെന്നൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ എന്നാൽ ചേച്ചി എപ്പോഴാണ് പോകണമെന്ന് ചോദിച്ചു. ഞാനങ്ങനെ പോകുമ്പോൾ ഞാൻ നിന്നോട് പറയാം, അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞ് അങ്ങനെ ചേച്ചി പറഞ്ഞു. അങ്ങനെ ഏപ്രിൽ മാസം 13 ഞാൻ 24 ഏപ്രിൽ 14 വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ ആൾക്കാർ കയറി വന്ന് ഇവിടെ എത്തുമ്പോഴേക്കും എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടി. മുല്ലപ്പൂവിൻ്റെ മണം. അപ്പോൾ എനിക്ക് ഈ മുല്ലപ്പൂവിൻ്റെ മണം എന്താണെന്നുള്ളതൊന്നും എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഒരു പിടിയില്ല. അപ്പോൾ പിന്നെ അതിന് ശേഷം ഉടമ്പടിയിൽ ഇരിക്കുന്ന സമയത്ത് ഈ സാക്ഷികളൊക്കെ കേൾക്കുമ്പോഴാണ് ഉടമ്പടി എടുക്കുന്നത് എല്ലാവർക്കും ഈ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടും എന്നൊക്കെ പറയും. അപ്പോഴാണ് എൻ്റെ ദൈവമേ, എൻ്റെ മാതാവേ, മാതാവ് എനിക്ക് അനുഗ്രഹം തന്നായിരുന്നു അന്ന് എന്നുള്ള എനിക്ക് തോന്നൽ വന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ചത് ഒന്നാം നിയോഗം വെച്ചത് അങ്ങനെ എനിക്ക് എന്ത് രോഗമാണ്, ഞാൻ ഈ ടെസ്റ്റ് ചെയ്തില്ലായിരുന്നു ഈ രക്തം വരുന്നത് എന്താണെന്നുള്ളതെന്ന്. അത് പറഞ്ഞ സാമ്പത്തിക പ്രശ്നവും ഓരോരോ പ്രശ്നം കൊണ്ട് ടെസ്റ്റ് ചെയ്തില്ലായിരുന്നു. ദൈവത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കും എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ തോന്നാതിരുന്നതും. അത് സാമ്പത്തിക പ്രശ്നം കൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അത് ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എന്ത് രോഗമാണെങ്കിൽ മാറ്റി തരണം മാതാവേ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാം വെച്ചു, എനിക്ക് പണിയാൻ ആരോഗ്യം തരണം എന്നുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ പണിയാൻ എനിക്ക് ഫസ്റ്റ് തന്നെ തൈലം തേച്ചപ്പോൾ തന്നെ എനിക്ക് കുറവുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് ഇതിൻ്റെ 1.5 വർഷം വരെ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഈ കൈ പൊക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് നല്ല ഡോക്ടറിനെ കാണിച്ചത്, പ്രൈവറ്റിൽ പോയിട്ട്. അങ്ങനെ കാണിച്ച് അപ്പോൾ എനിക്ക് മരുന്ന് കഴിച്ച് മതിയായി. 1.5 വർഷത്തോളം കഴിച്ചു. അപ്പോൾ എന്താ ഡോക്ടർ, എന്താണെങ്കിലും പറ, എനിക്ക് ആരും ചോദിക്കാനൊന്നും ആരുമില്ല, സാറ് പറഞ്ഞോ, എന്ത് കുഴപ്പമില്ല പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഭാഗം തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിനി എന്നാ ചെയ്യണേ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ ചേച്ചി എന്നെ കാണുന്നതും. പിന്നെ ആയുർവേദത്തിന് കഴിഞ്ഞ മുമ്പ് ആയുർവേദം കാണിക്കുകയോ ചെയ്തു. അങ്ങനെ ഈ ചേച്ചിയെ കണ്ടു. ചേച്ചി അങ്ങനെ എന്നിട്ട് എനിക്ക് ഇത് തേച്ചൊന്ന് കുറവായി. അങ്ങനെ ആയപ്പോൾ പിന്നെ എന്തിനാ ഈ കടലാസൊക്കെ ഇവിടെ വെക്കുന്നതിനാ, ഈ ഡോക്ടറെ 1.5 വർഷം കാണിച്ച് കടലാസൊക്കെ ഇവിടെ എനിക്ക് വെക്കുന്നതിനാന്ന് വിചാരിച്ച് ഈ കടലാസ് മൊത്തം എക്സ്റേ എടുത്തതും ഈ കടലാസുകളെല്ലാം എടുത്ത് ഞാനത് കത്തിച്ച് കളഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി എന്നതിന് എനിക്ക് എൻ്റെ മാതാവുണ്ടല്ലോ, ഞാൻ ഉടമ്പടിയിലല്ലേ, ഇനി എനിക്കിതിൻ്റെ ആവശ്യമില്ല പറഞ്ഞ് ഞാൻ കത്തിച്ച് കളഞ്ഞു. അങ്ങനെ ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞ് ആകുമ്പോഴേക്കും എനിക്ക് ഒരു സൈഡ് കൈ മരപ്പും ഈ കാലിൻ്റെ ഒരു സൈഡ് മരപ്പാവണു. അപ്പോൾ ഞാനിങ്ങനെ, എൻ്റെ ദൈവമേ, ഞാനിനി എന്നാ ചെയ്യണേ, ഞാൻ അച്ഛനെ കാണണമെങ്കിൽ എന്തെങ്കിലും രേഖ വേണം, ഡോക്ടറെ കാണിച്ചതിന് നീ വേണം, ഒന്നും എൻ്റെ കയ്യിലില്ല, ഇനി എന്നാ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും എനിക്ക് അന്ന് രാത്രി എനിക്ക് സ്വപ്നം കാണുക, നീ ആശുപത്രിയിൽ പോയിട്ട് സമറിൻ വാങ്ങിച്ചിട്ട് നീ അച്ഛനെ കാണ്, എന്നാലേ അത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞേക്ക് സ്വപ്നം കണ്ടു. അത് ശരിയായിരുന്നില്ല എൻ്റെ ദൈവമേ. അങ്ങനെ ഞാൻ എന്നിട്ട് ഡോക്ടറെ കാണാൻ നിന്നില്ല. ആശുപത്രിയിൽ പോയിട്ട് വിവരം പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഇതിൻ്റെ സമറിൻ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ എഴുതി കൊടുക്കണം പറഞ്ഞു. അങ്ങനെ എഴുതി കൊടുത്ത് സമറിൻ വാങ്ങിച്ച് അങ്ങനെ ഇവിടെ അച്ഛനെ കണ്ട് അച്ഛൻ എനിക്ക് തൈലം തേച്ച് തരുകയും ഒരു കാശിരവും തരുകയും എല്ലാം ശരിയാകട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുശേഷം എനിക്ക് ഈ മരവിപ്പ് എല്ലാതും രോഗസൗഖ്യം അതിനെനിക്ക് ശരിയായി. ഇപ്പോൾ എല്ലാം ശരിയായി. അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ രക്തം പോക്ക് എപ്പോഴാണ് ഇത് മാറിയെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. അങ്ങനെ രക്തം പോക്ക് മാറി. പിന്നെ എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു 3-4 മാസം മുമ്പ് വന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് വന്ന സമയത്ത് സാക്ഷ്യം എഴുതി കൊടുക്കണമുള്ളവർ എഴുതി കൊടുക്കട്ടോ എന്ന് പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്ത സമയത്ത് എനിക്ക് ഈ രക്തം പോക്ക് മാറി എന്നുള്ള പേര് ഞാൻ വിട്ടുപോയി. അത് മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു.
അങ്ങനെ ഞാൻ ആ കാര്യം വിട്ടുപോയി. അത് കാരണം എനിക്ക് പിന്നെ എന്നിട്ട് ഒരു വർഷവും 3 മാസവും കഴിയുമ്പോഴേക്കും പിന്നെ അതുമാതിരി എനിക്ക് രക്തം വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഓർക്കണേ, എൻ്റെ മാതാവേ, ഞാൻ ഈ കാര്യം ഞാൻ സാക്ഷ്യത്തിൽ എഴുതാൻ വിട്ടുപോയല്ലോ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് ഞാനിനി ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞോളാം മാതാവേ, ഇനി എനിക്കത് കാണരുത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. എൻ്റെ മാതാവ് അന്ന് കണ്ടതല്ലാതെ പിന്നെ എനിക്ക് ആ രക്തം വരവ് ഉണ്ടായിട്ടില്ല ഇത്ര നാളും. അങ്ങനെ എനിക്ക് ആ രോഗസൗഖ്യം എനിക്ക് മാറി കിട്ടി. ഇപ്പോൾ എനിക്ക് അതുമാതിരി വീട്ടിൽ ഞാനിവിടെ തനിച്ചാണ് താമസിക്കുന്ന മൂവാറ്റുപുഴയിൽ. തനിച്ച് താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ചോറിട്ട് ഞാൻ നേരത്തെ കിടക്കും. 9 മണിയാകുമ്പോഴേക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് 7 മണിക്ക് പ്രാർത്ഥന തുടങ്ങി. നേരത്തെ ബൈബിളൊക്കെ വായിച്ചിട്ട് കഴിഞ്ഞ് 9 മണിയാകുമ്പോഴേക്ക് കിടക്കും. നേരത്തെ എണിക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് 4 മണിക്ക് എണിക്കുകയും ചെയ്യും. അപ്പോൾ നേരത്തെ കിടക്കാൻ പോകുമ്പോൾ അപ്പോൾ കൊതുവല ഇട്ടിട്ടുണ്ട്. കൊതുവല കിടക്കുന്ന കട്ടിലിൻ്റെ അവിടെ കൊതുവല ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു ചിത്രശലഭം 2 എണ്ണം ഗ്രേ കളറും പിന്നെ ചെറിയൊരു ഇതിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടത് അതുമാതിരിയുള്ള ചിത്രശലഭത്തിന് 2 എണ്ണം അങ്ങനെ കണ്ടു. ഞാൻ കുറേ നേരം അതിൽ നോക്കിയാണ് നിന്നു. എൻ്റെ ദൈവം, ഞാൻ എന്നെ രസം അത് കാണാൻ എന്ന് പറഞ്ഞ് ഞാൻ കുറേ നേരം നോക്കി നിന്ന് എന്തോ കാരണത്തിൽ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും സാധനത്തിന് കാണാനില്ല, ഈ 2 എണ്ണത്തിനെയും കാണാനില്ല. എൻ്റെ ദേഹം അങ്ങനെ മരച്ചുപോയി. എൻ്റെ അമ്മ മാതാവോടെ വന്നതെന്നുള്ളൊരു തോന്നലില്ല എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്തൊരു പിടിയില്ല. ഞാൻ എനിക്ക് വീഡിയോ പിടിക്കേണ്ടതായിരുന്നു, ഫോട്ടോ എടുക്കണമായിരുന്നു, ഒന്നും എനിക്ക് ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. എന്നെ ചെയ്യണം എൻ്റെ ദൈവമേ, ഞാൻ വീഡിയോ പിടിക്കായിരുന്നു എന്നുള്ള ഞാൻ എന്ത് മണ്ടത്തരം ചെയ്തേ എന്നുള്ള തോന്നൽ വന്നു. അങ്ങനെ എനിക്കൊരു ഇതുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇവിടുന്ന് ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഇവിടെ കയറി വന്നപ്പോൾ തന്നെ മുല്ലപ്പൂവിൻ്റെ മണം കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു 3 പ്രാവശ്യം അവിടെ എവിടെയും ഒരു പൂവിൻ്റെ ഒരു പൂച്ചെടി പോലും എവിടെയില്ല. 3 പ്രാവശ്യം അവിടെ നിന്നും കിട്ടി എനിക്ക്. വൈകുന്നേരം സമയത്ത് 3 പ്രാവശ്യം അവിടെയും മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ പണിതുകൊണ്ടിരിക്കുമ്പോൾ ഇത്ര പൊക്കത്തിൽ കയറി നിൽക്കാൻ പറ്റാത്ത ഇതായിരുന്നു നേരത്തെ. ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ആകുമ്പോഴേക്കും 3ാമത്തെ നിലൻ്റെ മുകളിൽ നിന്ന് പണിയണം. 3ാമത്തെ നിലയുടെ മുകളിൽ ഭിത്തിയുടെ മുകളിൽ കയറി നിന്ന് പണിതു. അതിൻ്റെ കാരണം വെച്ചാൽ ഫ്രണ്ടിലേക്ക് ഷോകൾ ഒരു 2 അടി നീളത്തിന് ഷോകൾ പൊങ്ങി കയറി വരണം. അപ്പോൾ ഷോകൾ പൊങ്ങി കയറി വരണമെങ്കിൽ അപ്പുറത്ത് കറക്റ്റായിട്ട് കയറി വരണമെങ്കിൽ ഈ ഭിത്തിയുടെ മുകളിൽ കയറി നിൽക്കണം. ഇല്ലയെന്ന് വെച്ചാൽ താഴത്തുനിന്ന് മുതൽ നിലയിട്ട് മുകളിലേക്ക് കയറണം. അപ്പോൾ അവർ പറഞ്ഞു, നിലയിട്ട് തരണം ചോദിച്ചു. ഒന്നും വേണ്ട, അത് ഞാൻ ഇന്ന് പണിതോളാം ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ അതിന് ഭിത്തിയുടെ മുകളിൽ കയറി നിന്ന് പണിതു. ഭിത്തിയുടെ മുകളിൽ കയറി നിന്ന് പണിത് ഞാൻ ഈ ഏറ്റവും താഴെ ഇറങ്ങി ഞാൻ മുകളിലേക്ക് നോക്കുന്നു. എൻ്റെ ദൈവമേ, അതിൻ്റെ മുകളിലാണ് ഞാൻ കയറി നിന്ന് പണിത് എന്നുള്ള തോന്നലോ. ഞാനല്ല ആ പണിതെന്നുള്ളത് എനിക്ക് നന്നായി അറിയാം. അത് ഞാനല്ല, എൻ്റെ അമ്മ മാതാവ് പണിതെന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് അത്രയും കൈകാലം വരയ്ക്കുന്ന ഒരാൾക്ക് അത്രയും മുകളിൽ കയറുന്നത്, അത്രയും ധൈര്യത്തിൽ നിന്ന് കയറുന്നത് പണിയാനുള്ള അത് പറഞ്ഞ് വെട്ടുകല്ലാണെന്ന് ഓർക്കണം. വെയിറ്റ് അത്രയും വല്ലതുണ്ടോ, അതിൽ നിന്ന് പണിതിട്ട് ഇറങ്ങി ഞാൻ വന്നു. അങ്ങനെ ഒരു ഇത് കിട്ടി. പിന്നെ അതുമാതിരി പിന്നെ ഒരാടെ പണിതുകൊണ്ടിരിക്കുമ്പോൾ ആർച്ച് പണിയുക. ആർച്ച് നല്ല പൊക്കത്തിലെ ആർച്ചാണ്. അപ്പോൾ ഇത്രയും പൊക്കത്തിൽ കയറി നിന്നിട്ട് വേണം ആർച്ച് ആദ്യം പണിയണമെങ്കിൽ ആ കട്ട ഒരു അതേ ലെവലിന് പണിത് ചുമ്മാ അടുക്കി വെച്ച് പണിതിട്ട് വേണം അതിൻ്റെ മുകളിൽ സിമെൻ്റ് ഇട്ട് പണിയണമെങ്കിൽ. എന്നിട്ട് ശേഷം ഈ കട്ട എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ. അതിന് ഞാൻ കട്ട അടുക്കി ഏറ്റവും ടോപ്പെത്തിയപ്പോഴേക്ക് എന്തെന്ന് അറിയില്ല, മൊത്തം എല്ലാ കട്ടയും കൂടി ഇങ്ങോട്ട് എൻ്റെ ഭാഗത്തേക്ക് മറിഞ്ഞു വരിക. ഞാൻ അങ്ങനെ തന്നെ എടുത്ത് സൈഡിലേക്ക് എടുത്ത് ചാടിയതും ഈ കട്ട ഇങ്ങോട്ട് വീണതും അവിടെയുള്ളവരെല്ലാവരും ഓടിക്കൂടി ഞാൻ അടിപ്പെട്ടോ എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ കട്ട കൊണ്ട് മറിഞ്ഞത്. അന്ന് ഞാൻ അതേ സ്ഥിതിക്ക് ബാക്കിലേക്ക് ചാടിയാണെങ്കിൽ ഞാൻ അന്ന് ഈ കട്ടൻ്റെ അടിപ്പെട്ടന്നെ. അങ്ങനെ എനിക്കൊരു അനുഗ്രഹം മാതാവ് തന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷക പ്രവർത്തനം, ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. പത്രം വാങ്ങിച്ചിട്ട് ആശുപത്രികളിൽ 2-3 പ്രാവശ്യമായിട്ട് ആശുപത്രിയിൽ കൊടുത്തു. അവിടെ കൊടുക്കുമ്പോഴേക്കും ഈ ന്യൂസ് പത്രം മാതിരി ആൾക്കാരെല്ലാവരും ഈ 2, 4, 5 വീതം കൊടുക്കുക. അപ്പോൾ ഞാൻ രോഗികളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ പത്രം മാസത്തിൽ ഒരു പ്രാവശ്യം മാറ്റാറുള്ളൂ, അത് നിങ്ങൾ ഈ ന്യൂസ് പത്രം മാതിരി ഒരുപാട് വാങ്ങിച്ച് വയ്ക്കണം, എന്തിനാ ഒരെണ്ണം വാങ്ങിച്ചാൽ പോരെ, അവർ തരുന്നവർക്ക് നിങ്ങൾ വാങ്ങിക്കേണ്ട. അങ്ങനെ നിങ്ങൾ ചേച്ചി എന്തിനാ അങ്ങനെ നിങ്ങൾ ഇത്രയും പത്രം കൊടുക്കണതിനാ, ഒരെണ്ണം അവിടെ ഇത്രയുണ്ട് പറഞ്ഞ് കൊടുക്കണതിനാ എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് പത്രം വാങ്ങി ഒരെണ്ണം വയ്ക്കി എന്ന് പറഞ്ഞ് ഞാൻ ബാക്കിയുള്ള പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഞാൻ വേറെ കൊടുക്കും. അപ്പോൾ ഞാനിതിനെ ആലോചിച്ചു, ഇനിയിപ്പോൾ പത്രം വാങ്ങിച്ചാൽ ഞാൻ ആശുപത്രി ചെയ്യുന്നില്ല, ഞാൻ അറിയാത്തവർക്ക് കൊടുക്കണം എന്നുള്ളതിൽ അച്ഛൻ പറഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ ഓരോ ആൾക്കാരെയും കാണുമ്പോൾ നിങ്ങൾ ചേട്ടൻ്റെ വീട് എവിടെയാണ് അതൊക്കെ അന്വേഷിച്ച് അവർ ഒരുപാട് ദൂരമാണെങ്കിൽ അവിടെ കൃപാസനത്തെ പറ്റി അറിയോ. അപ്പോൾ അങ്ങനെ അറിയാത്ത ഭാഗത്തൊക്കെ ഞാൻ പോയി, എത്ര ദൂരമാണെങ്കിലും അവിടെ പോയി ബസ് ഇറങ്ങി അവിടെ നിന്ന് നടന്ന് വീടുകളിൽ കൊടുത്ത് കടകളിലായിട്ടാണ് കൊടുത്ത് അങ്ങനെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ്
നമ്മുടെ രോഗികളെ കാണാനായിട്ട് ഞാൻ പോകാറുണ്ട്. മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ മാസത്തിൽ ഞാൻ പോകും രോഗികളെ കാണാൻ. ആ സമയത്ത് ഒരു അമ്മച്ചിക്ക് ഷുഗർ കൂടിയിട്ട് ബോധമില്ലാതെ കിടക്കണു. മോള് നിന്ന് കരയണു. എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ അമ്മയ്ക്ക് ഷുഗർ കൂടിയതാ, ബോധമില്ല കിടക്കുക. അപ്പോൾ ഇപ്പോൾ വന്നുള്ളൂ ചോദിച്ചപ്പോൾ ഇപ്പോൾ വന്നുള്ളൂ പറഞ്ഞു. ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ ചോദിച്ചു. ഞാനങ്ങനെ ഈ കാശിരവും വെച്ച് തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ അമ്മച്ചിയുടെ ബോധം തെളിഞ്ഞു. അപ്പോൾ അമ്മയുണ്ട്, പേടിക്കണ്ടാട്ടെ, നീ പേടിക്കൊന്നും വേണ്ട, അമ്മയുണ്ട്, ഞാൻ കൃപാസനത്തിൽ വരിക, അതുകൊണ്ട് അമ്മയുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവർ സമാധാനപ്പെടുത്തി വന്നു. എല്ലാ മാസവും ഞാൻ 2 പ്രാവശ്യമായിട്ട് പോകും. പിന്നെ വീട്ടിൻ്റെ അടുത്ത് ഞാൻ താമസിക്കുന്നതിൻ്റെ ആ ചേട്ടന് ഇതുമാതിരി ഇവിടെ നിങ്ങളുടെ രക്തം ബ്ലോക്കായിട്ട് ഓപ്പറേഷൻ, 2 കാലിൻ്റെയും ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ അങ്ങനെ ഇനി 2 മാസം കിടക്കണം ഉണ്ണി, എന്നാലേ ഇത് നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അതൊന്നും വേണ്ട ചേട്ടാ, അതൊക്കെ ശരിക്കും 2 ആഴ്ച കൊണ്ട് ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞ് ഞാൻ വൈകുന്നേരം പോകും. വൈകുന്നേരം ഈ തൈലം എടുത്ത് കാശിരവും വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് എടുത്തിട്ട് വരും. അപ്പോൾ 1 ആഴ്ച കൊണ്ട് വാക്കറിൽ നടക്കാൻ തുടങ്ങിയ ആൾ. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴേക്കും ശരിക്കും വാക്കറൊന്നുമില്ലാതെ ചുമ്മാ നടക്കും. ഞാൻ എന്നാ പറഞ്ഞേ, നിങ്ങൾ എന്നാന്ന് വിചാരിച്ചിരിക്കണേ, കൃപാസന അമ്മനെ പറ്റി എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കണേ, അവിടെ യേശുവും കൃപാസന അമ്മയും അവിടെ എന്നാന്ന് വിചാരിച്ച് ഏത് നാട്ടിൽ നിന്നൊക്കെ ജനങ്ങൾ വരുന്നു അറിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് ഇതിന് ആദ്യം വിശ്വാസം ഇല്ലായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചേട്ടനോട് പറയാറേ ഉള്ളൂ. പുള്ളിക്ക് ഒരു പുച്ഛമായിരുന്നു. പിന്നെ അതൊക്കെ ഇപ്പോൾ ശരിയായി, നല്ല വിശ്വാസമായി. ഇപ്പോൾ ഞാൻ സാക്ഷ്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അതുമാതിരി ഞാനിപ്പോൾ രാവിലത്തെ പ്രാർത്ഥനയും ചൊവ്വാഴ്ചത്തെ ധ്യാനവും എല്ലാം എൻ്റെ ഇതായിട്ട് നമ്മൾ മൊബൈലിൽ നിന്ന് ഒക്കെ ഉള്ളവർക്കൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെ പിന്നെ നമ്മുടെ കാരുണ്യ പ്രവർത്തനം, ഞാൻ ആദ്യം അനാഥാലയത്തേക്ക് പോയിട്ട് പൈസ കൊടുക്കണ്ടെന്ന് വിചാരിച്ച് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ അത് ഒറ്റയ്ക്ക് കൊടുക്കുമ്പോൾ എന്തോരം കൊടുക്കാൻ പറ്റും, നമുക്ക് അത്രയ്ക്കുള്ള സാമ്പത്തികം ഇല്ലല്ലോ. അപ്പോൾ ഒരുപാട് കൊടുക്കാൻ നമുക്ക് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു 2-3 മാസം അങ്ങനെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആഹാരം ചോറ് വെച്ച് കൊടുത്താലോ എന്ന് വിചാരിച്ചു. ചോറ് വെച്ച് ഞാൻ പൊതിയായിട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ, അപ്പോൾ ഈ ആശുപത്രിയിലേക്ക് പൊതി കൊടുക്കുമ്പോൾ വെച്ചാൽ പകുതി പള്ളി കളയും. അതൊന്ന്. രണ്ടാമത്തത് ഈ പകുതി നമുക്ക് പൊതിയാനും ഒക്കെ ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് പൊതിഞ്ഞ് എല്ലാം കൂടി സമയത്തിന് കൊടുക്കാനാവുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഇത് ചോറ് വെച്ച് കൊടുത്താലോ എന്ന് വിചാരിച്ച്, ചോറ് വെച്ച് കൊടുക്കണമെങ്കിൽ അപ്പോഴും വേണം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അടുത്ത വീട്ടിലെ ഒരു ചേച്ചി കൃപാസനത്തേക്ക് വരികയായിരുന്നു. ചേച്ചി നിങ്ങൾ എനിക്ക് ഒന്ന് സഹായം ചെയ്യാമോ, ഞാനിങ്ങനെ ചെയ്യേണ്ടത്, ചോറ് വെച്ച് കൊടുക്കണം, മാസത്തിൽ 1 പ്രാവശ്യം ഞാൻ കൊടുക്കാനേ പറ്റുള്ളൂ, ചോറ് വെച്ച് കൊടുക്കുന്നുണ്ട്, നമുക്ക് ചേച്ചി വന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യാമോ, പൈസയൊന്നും മുടക്കണ്ട, ഞാൻ മുടക്കിയോളാം, ഹെൽപ്പ് ചെയ്യാമെന്ന് കൂടാവോ ചോദിച്ചു. അത് വേണ്ട, നമുക്ക് 2 പേരും കൂടെ ഷെയർ കൂടി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ അടുത്ത മാസം മുതൽ നിങ്ങളെന്നാൽ ഷെയർ ആകും, ഈ പ്രാവശ്യം ഞാൻ മാത്രം പറ്റോളാം എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ മാസവും ഞങ്ങൾ 10-60 പേർക്ക് ഞങ്ങൾ 2 പേരും കൂടി ചോറ് വെച്ച് അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ആശുപത്രിയിൽ പോയിട്ട് ക്യാൻസർ രോഗി വാർഡിൽ പോയി പറഞ്ഞ് അവിടെ പോയി അവർക്കൊക്കെ വിളമ്പി കൊടുത്ത്, ഇത് ഇന്നലെയായിരുന്നു ഈ മാസത്തെ കൊടുത്തത്. അങ്ങനെ എല്ലാ മാസവും അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരുപാട് അനുഗ്രഹം മാതാവ് എനിക്ക് അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും നമ്മുടെ ജോസഫച്ചന് നമ്മൾക്ക് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. ജോസഫച്ചൻ ഉള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നതും നമ്മൾ ജീവിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ ജോസഫച്ചനെ ഒരൊറ്റ ആളായിട്ടാണെന്ന് ഓർക്കണം. എല്ലാവരും ജോസഫച്ചന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം. രാവിലെയും വൈകുന്നേരവും നമ്മൾ ജോസഫച്ചനെ പ്രാർത്ഥന കേട്ടിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് എല്ലാവരും ഓർക്കണം. 127 സങ്കീർത്തനം 1-ാം തിരുവചനം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. ഉണ്ണികൃഷ്ണൻ്റെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത്. ഉണ്ണികൃഷ്ണൻ ഒരു മെയ്സനാണ്. അദ്ദേഹം ജോലി ചെയ്യാൻ വളരെ പേടിയുള്ള, മുകളിലേക്കൊക്കെ കയറാൻ പേടിയുള്ള ആളായിരുന്നു. അതുപോലെ 15 വർഷക്കാലം അദ്ദേഹത്തിന് മലവിസർജനത്തിലൂടെ അദ്ദേഹത്തിന് രക്തം പോകുന്ന ഒരു അസുഖം. ഒരിക്കലും അദ്ദേഹം ഡോക്ടറെ കാണാൻ ആൾക്ക് തോന്നിയിട്ടില്ലായിരുന്നു. വേദന മൂലം അദ്ദേഹം സഹിച്ചു നടന്നു. അതിനിപ്പോൾ ഈ സൗഖ്യം കിട്ടിയപ്പോൾ, ഉടമ്പടിയിൽ പ്രാർത്ഥിച്ച് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ ലഭിച്ച് അദ്ദേഹത്തിന് സൗഖ്യം കിട്ടിയപ്പോൾ അദ്ദേഹം പറയുന്നത്, 15 വർഷക്കാലം വളരെ സൈലൻ്റായി അമ്മ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. ആ സൗഖ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഡോക്ടറെ കാണാതിരുന്നത് എന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അച്ഛനെ കാണാൻ വരുമ്പോൾ ഒരു ഡോക്യുമെൻ്റ് ആവശ്യമായിരുന്നു. അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ ഒരു സ്വപ്നം അദ്ദേഹത്തിനുണ്ടായി. മാതാവ് തന്നെ പറഞ്ഞു കൊടുത്തു, എൻ്റെ കയ്യിനൊരു മരവിപ്പുണ്ടല്ലോ, അതിന് പോയി ഡോക്ടറെ കാണൂ, അപ്പോൾ നിൻ്റെ ഈ അസുഖങ്ങളിലൊക്കെ പറഞ്ഞാൽ നിനക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടും, അതുമായി
ജോസഫ് അച്ഛനെ കാണാൻ വരിക, നിനക്ക് കൈവെപ്പ് ശുശ്രൂഷയിലൂടെ സൗഖ്യം ലഭിക്കുമെന്ന്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് സ്വപ്ന ദർശനങ്ങളിലൂടെയും സാമീപ്യത്തിലൂടെയും സുഗന്ധാഭിഷേകത്തിലൂടെയും മഴവിലൂടെയും ഒക്കെ തിരുനാളത്തിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് സാന്നിധ്യം നൽകി മുന്നറിയിപ്പുകൾ നമുക്ക് നൽകും. നാം എങ്ങോട്ട് തിരിയണം, എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ അമ്മ പറയും. ഉണ്ണികൃഷ്ണനുണ്ടായിട്ടുള്ള വലിയ ജീവിതാനുഭവം അതുതന്നെയാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. എല്ലാ കണ്ണീരും പരിശുദ്ധ അമ്മ കാണുന്നുണ്ട്. കാനായിലെ വിവാഹം പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ അപമാനങ്ങളെയും എല്ലാ കുറവുകളെയും പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് നീക്കി നമുക്ക് സൗഖ്യവും സമാധാനവും ജീവിതത്തിൽ ഉറപ്പ് നൽകുന്നു എന്നാണ് ഉടമ്പടി ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടൊരു നല്ല കയ്യടിയോടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.